കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും 100% വിജയം നേടിയ സ്കൂളുകൾക്കും ചേലക്കര MLA UR പ്രദീപിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ MLA എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ IPS ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതത്തിൽ കലാമേഖലയിൽ നല്ല വിദഗ്ധരായിരിക്കാം, ഇല്ല കായിക മേഖലയിൽ വിദഗ്ധരായിരിക്കാം. പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉറപ്പുള്ള ഒരു സാധനമാണ്. ഒരു മരുഭൂമിയിൽ പോകുമ്പോൾ എങ്ങനെ ഒട്ടകം പ്രിഫർ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ജീവിതത്തിൽ പോകുമ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു വ്യക്തിയെന്നല്ല, ഒരു കൂട്ടം ആൾക്കാർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തോടെ എല്ലാ ബഹുമാനവും ഉണ്ടെങ്കിലും ഞാൻ കേരളത്തിൽ പ്രവൃത്തിയെടുത്ത കഴിഞ്ഞ ഒരു 7-8 വർഷത്തിൽ കുട്ടികളുടെ ആത്മഹത്യ കൂടുതൽ കണ്ടത് ഈ ഫെയിലാകുന്ന കുട്ടികളെക്കാളും A+ കിട്ടാതെ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ A+ കിട്ടിയില്ല, അവനൊക്കെ മിടുക്കനാണ്, നിങ്ങൾ മണ്ടനാണ് എന്ന് ചിലപ്പം ഇവിടെ ഉള്ള മാതാപിതാക്കൾ തന്നെ നിങ്ങളുടെ സഹപ്രവർത്തകരോട് പറയണതായിരിക്കും, അവരുടെ കുട്ടികളോട് പറയണതായിരിക്കും. ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും കാണാറുണ്ട്. അവിടെ കോൺസ്റ്റബിൾ CPOൻ്റെ മകൻ ഫുൾ A+ കിട്ടി, അവളുടെ മകൾ ഫുൾ A+ കിട്ടി, പക്ഷേ നിങ്ങൾ ഇൻസ്പെക്ടറിൻ്റെ മക്കളാണ്, നീ എന്താ 80% മാർക്കേ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ജില്ലയിൽ കളക്ടറായിട്ടുള്ള അർജുൻ പാണ്ഡ്യൻ IAS-ഉം കമ്മീഷണറായിട്ടുള്ള ഞാനും ഞങ്ങളൊക്കെ എഴുതുന്നത് IAS IPS പരീക്ഷയാണ്. ഇന്ത്യയിൽ കുറച്ച് ടഫായിട്ടുള്ള പരീക്ഷ എന്ന് പറയപ്പെടുന്ന UPSC പരീക്ഷയാണ്. ആ പരീക്ഷയിൽ ഓൾ ഇന്ത്യ നമ്പർ 1 റാങ്ക് വാങ്ങുന്ന വ്യക്തിൻ്റെ മാർക്ക് 53-54% ഉണ്ടാവും. അപ്പോൾ 90% വാങ്ങുന്നത് നല്ല വിഷയമാണ്. പക്ഷേ 90% വാങ്ങിയില്ലെന്ന് പറഞ്ഞാൽ അത് മോശം വിഷയമല്ല. അതുപോലെ തന്നെ വർഷാവർഷം ഫെയിലാകുന്ന കുട്ടികൾക്ക് കേരള സർക്കാരിൻ്റെ, കേരള പോലീസിൻ്റെ കീഴിലുള്ള HOPE എന്നൊരു പദ്ധതി വഴി ഫെയിലായ കുട്ടികൾക്ക് വീണ്ടും സ്പെഷ്യൽ ക്ലാസ്സൊക്കെ എടുത്തിട്ട് അതുവഴി പാസ്സാകുന്ന കുട്ടികൾ ഈ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും പോലീസ് ആസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എൻ്റെ സ്വന്തം കരം കൊണ്ട് ഈ A+ വാങ്ങിയ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നത് ലാസ്റ്റ് ഒരു 2-3 വർഷങ്ങളായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും MLA അദ്ദേഹം ക്ഷണിക്കുമ്പോൾ നിങ്ങളെ കാണുകയും നിങ്ങളെ കണ്ടുകൊണ്ട് 2 സന്ദേശങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണമെന്നും അതിനായി തികഞ്ഞ സമർപ്പണത്തോടുകൂടി പ്രയത്നിക്കണമെന്നും R. ഇളങ്കോ IPS ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ UR പ്രദീപ് MLA അധ്യക്ഷനായി. മണ്ഡലത്തിലെ ഓരോ സ്കൂളിൻ്റെ നീക്കത്തെ സംബന്ധിച്ച് നല്ലപോലെ ശ്രദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം നമുക്ക് 100%, ഇപ്പോൾ ഇക്കൊല്ലം 100% വാങ്ങിച്ച സ്കൂളുണ്ട്. അടുത്ത വർഷം എല്ലാവരും അതുപോലെ വാങ്ങിക്കണം എന്നതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 100% വാങ്ങിക്കുന്ന, വിജയശതമാനം വാങ്ങിക്കുന്ന സ്കൂളുകൾക്ക് ഒരു സമ്മാനം അറിയിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. 100% വാങ്ങിക്കുന്ന സ്കൂളുകൾ എത്ര സ്കൂളായാലും ആ സ്കൂൾ ഒരു കമ്പ്യൂട്ടർ ലാബ് ആധുനിക രീതിയിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള സ്കൂളുകളും ഇനി കിട്ടാത്ത സ്കൂളുകളും അതിനനുസരിച്ച് ഒരു മത്സരം ഉണ്ടാക്കി 100% ഈ മണ്ഡലത്തിൽ മുഴുവൻ സ്കൂളും 100% വാങ്ങിക്കണം എന്നുള്ള ഉദ്ദേശത്തോടാണ് അത്തരത്തിലൊരു സമ്മാനം പ്രഖ്യാപിക്കുന്നത്. എന്തായാലും വാങ്ങിച്ച സ്കൂളിന് നമുക്ക് തീർച്ചയായിട്ടും ആധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർ ലാബ് കുട്ടികൾക്ക് പഠിക്കാൻ അവിടെ ഉണ്ടാക്കി കൊടുക്കും എന്നുറപ്പും കൂടെ അവിടെ തരികയാണ്. കാർഷിക മേഖലയായ ചേലക്കരയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സൗകര്യങ്ങൾ കിഫ്ബി അടക്കമുള്ള പദ്ധതികൾ വഴി വർദ്ധിപ്പിക്കുന്നതിനും എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസ വികസനത്തിന് വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് MLA പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. പത്മജ, K. ശശിധരൻ, MK പത്മജ, V. തങ്കമ്മ, PP സുനിത, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, ബ്ലോക്ക് പഞ്ചായത്ത്
പഞ്ചായത്ത് അംഗം KP ശ്രീജയൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ, BPC K പ്രമോദ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗവൺമെന്റ് HS പാഞ്ഞാൾ, LFG HSS ചേലക്കര, കേരള കലാമണ്ഡലം ആർട്സ് ഹൈസ്കൂൾ, സെന്റ് ജോസഫ് പങ്ങാരപ്പിള്ളി, MRS ചേലക്കര, സെന്റ് ജോൺസ് HS എളനാട് തുടങ്ങി 100% വിജയം നേടിയ 9 സ്കൂളുകളടക്കം 75 വിദ്യാലയങ്ങളെയും SSLC, +2, CBSE, ICSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 500ഓളം വിദ്യാർത്ഥികളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.